ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം 22 ഗവർണർമാരുണ്ടായിരുന്നു. രാമകൃഷ്ണ റാവു മുതൽ ഇപ്പോഴുള്ള ഗവർണർ വരെ. ഈ ഗവർണർ വരുന്നതിനേക്കാളും മുമ്പേ NDA ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച ജസ്റ്റിസ് സദാശിവം ഈ കേരളത്തിൻ്റെ ഗവർണറായതാണ്. യഥാർത്ഥത്തിൽ ഈ ഗവർണർ ഇപ്പം ചെയ്യേണ്ടത് ജസ്റ്റിസ് സദാശിവൻ്റെ കാല് കഴുകിയ വെള്ളം ഓരോ ദിവസവും കുടിക്കണം. എന്നാൽ തന്നെ പാപം തീരില്ല. SFIക്കാരെ വെല്ലുവിളിക്കുക, ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുക, ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുക, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക. എന്ത് അസുഖമാണ് ഗവർണർക്കുള്ളത്? ഇടക്കിടക്കാണ് വരുന്നത്. 600 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് SFIയെ വെല്ലുവിളിക്കുന്നത്. ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം SFIക്കാർ യാതൊന്നും ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഈ ചെലവാക്കുന്നത് വെറുതെ? ഗവർണറെ ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായി ആക്രമിക്കുമെന്നോ അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ SFI പറഞ്ഞിട്ടില്ല. SFI കരിങ്കൊടി കാട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ കാട്ടുകയും ചെയ്യൂ. അതിനെന്തിനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത്? ഈ 600 പോലീസുകാരെ വെച്ചിട്ട് ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, ഒരു പോലീസുകാരനും വേണ്ട. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ SFIക്കാർ തന്നെ കൊടുത്തോളൂ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. SFIക്കാർ ഒരു രൂപത്തിലും അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 2 പരിപാടി, ഡൽഹിയിലുള്ള പരിപാടിയും RSSൻ്റെ പരിപാടിക്കാണ് പോയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിപാടി അതും RSSകാർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അതിനേക്കാളും മുമ്പേ RSSകാരെ വിളിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് സ്വകാര്യമായിട്ട് അവരോട് പറയുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണുള്ളത്. മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കണം എന്ന സന്ദേശമല്ലേ അദ്ദേഹം കൊടുക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് രക്തസാക്ഷികളായത് ഈ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ്. ആദ്യം മനസ്സിലാക്കണം. 1921 3 രക്തസാക്ഷികളാണ് ഇവിടെ ഉണ്ടായത്. പിന്നീട് SRCPൻ്റെ കാലഘട്ടത്തിൽ 34 സഖാക്കൾ SFI രൂപപ്പെട്ടതിന് ശേഷം SFIക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ആരുടെ ഔദാര്യത്തിലല്ല SFI ഇവിടെ വളർന്നത്. അതിനേക്കാളും മുമ്പേയുള്ള KSF പല ഗവർണർമാർക്കും എതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. EMSനെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. EMSനെതിരായി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നായനാർക്കെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. BSനെതിരായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് തന്നെ അവർ സമരം നടത്തിയിട്ടില്ല. ആദ്യത്തെ സംഭവമാണോ? SFI എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലാട്ടി സംഘടനയല്ലത്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ സംഘടന വളർന്നത്. ഈ എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ഗുണ്ടകളുടെയും എല്ലാ ആക്രമണവും ഉണ്ടായി ഏഷ്യയിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ മൂലക്കിരുത്തി ഈ സ്ഥിതിയിലേക്ക് SFI എത്തിയത് വെറുതെയല്ല. ഐതിഹാസികമായ പ്രക്ഷോഭത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ സംഘടന വളർന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഗവർണറല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. ബാനർ വലിച്ചു കെട്ടു. ബാനർ എവിടെ കെട്ടണമെന്ന് SFI വിചാരിച്ചാൽ അവിടെ കെട്ടു. അതൊന്നും ഗവർണർക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. എന്തോ ഒരു ഇടക്കിടക്കാണ് ഈ അസുഖം വരുന്നത്. ഇടക്കിടക്ക് പല്ലിന് വേദന വരുന്ന സമയത്താണെന്നാണ് തോന്നുന്നത്. അതിന് പറ്റുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അതിനൊരു ദന്തൽ ക്ലിനിക്ക് വേണമെന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുത്തില്ല. അന്ന് തുടങ്ങിയതാണിത്. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരോട് അറിയാനുള്ളത്, അദ്ദേഹത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിയാണ് ഭരണഘടനാ സഭ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം. ആർക്ക് പേടിയുണ്ടെന്ന് ഇതിനൊക്കെ? രാഷ്ട്രപതി വരണമെന്നും പറഞ്ഞിട്ട് ആരെയാണ് പേടിപ്പിക്കുന്നത്? 59 സഖാ EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രപതി ഭരണം ഉപയോഗപ്പെടുത്തിയിട്ട് മറച്ചിട്ട കോൺഗ്രസിൻ്റെ അനുഭവം എന്തായിരുന്നു ഇന്ത്യ രാജ്യത്ത്?
രാഷ്ട്രപതി ഭരണം ഇന്ത്യ രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയത് ഈ കേരളത്തിലാണ്. അതിനുശേഷം കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഉപ്പിയാക്ക് ചാരിയ ചുമര് പോലെയായില്ലേ? പിന്നെ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം തന്നെയായിരിക്കില്ല ബി ജെ പിക്ക് ഉണ്ടാവുക. എന്നാൽ മറിച്ചിട്ടോക്കട്ടെ എന്നറിയാം. ആരെയെ പേടിപ്പിക്കുന്നത്? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ? കണ്ണൂർ ബ്ലഡി, റാസ്കൽസ്, മൊറോൺസ്, ഈ ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകളും അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. ആർക്കെതിരായിട്ട്? കണ്ണൂരിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമോ? എന്തെങ്കിലും ചരിത്രം കണ്ണൂരിനെ പറ്റിയിട്ടറിയോ? കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുവാഴിത്തത്തിനും ജമിത്തത്തിനും എതിരായി പടഞ്ഞു വീണ് മരിച്ച, തൂക്കുകയറേറിയ എത്ര രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടാണെന്ന് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. അതൊക്കെ ആദ്യം പഠിക്കണം ബഹുമാനപ്പെട്ട ഗവർണർ. എന്നിട്ട് ഇവിടുന്ന് 600 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വേഷ്ടിയും കെട്ടി അങ്ങ് ഇറങ്ങുക. ആ വേഷ്ടി കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. കാരണം ഏതെങ്കിലും കുട്ടികളൊന്നും ഇങ്ങോട്ട് വലിച്ചാൽ മതി, അപ്പം തന്നെ ശ്വാസം മുട്ടിയിട്ട് മരിക്കും. ആ കുട്ടിയെ SFIക്കാർ അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച് അയ്യോ ഒരൊറ്റ വേഷ്ടിനെ പേടിച്ചിട്ട് വെറുതെ മനസ്സിലായി. എന്തൊക്കെ കൊപ്രായി കാട്ടുന്നത് ഒരു ഗവർണർ. ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് അംഗീകരിക്കുക. ഇനിയെങ്കിലും അവസാനിപ്പിക്കണ്ടേ? അതല്ല ഞാൻ പറഞ്ഞ NDA ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇദ്ദേഹം വരുന്നതിനേക്കാളും മുമ്പേ ജസ്റ്റിസ് സദാശിവോ സുപ്രീം കോടതിയിൽ പോയ കേസ് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിയമത്തിന് അംഗീകാരം തന്ന ഒരു മഹാനായിട്ടുള്ള ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടുപഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കാല് കഴുകിയ വെള്ളം രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ ഒന്ന് കുടിച്ചാൽ ഈ അസുഖം മാറും കേട്ടോ. പല്ലുവേദനയും മാറും. ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയവർക്കെതിരെ ഗവർണർ റോഡിലിറങ്ങി അവരെ നേരിടാൻ വന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ബാനറുകൾ അഴിച്ചുമാറ്റ ഗവർണർ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥരോട് പിന്നെ ഇതിന് 600 പോലീസുകാരെ സംരക്ഷണം ഗവൺമെന്റ് കൊടുത്തത്. ഗവർണർ അതിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത്. മനസ്സിലായില്ല നിങ്ങൾക്കും എനിക്ക് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഗവർണർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത് ഗവർണർ സുരക്ഷിതമായി നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും SFIക്കാർ ഒന്നും ചെയ്യില്ല. ഇന്ന പോലീസുകാരെല്ലാം പിൻവലിച്ചോട്ടെ, ഉറപ്പ് കൊടുക്കാം, യാതൊന്നും സംഭവിക്കില്ല ഇവിടെ. പിന്നെ ഈ പോലീസിൻ്റെ വലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വീരവാദം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ആരോട്? SFIക്കാരോട്. 34 രക്തസാക്ഷികളുടെ ആത്മാക്കളെ ഈ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരാണ്. മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. അതങ്ങനെ പെട്ടെന്നൊന്നും തകരുന്നതല്ല. ഇവരാരും വിചാരിച്ചാലും തകരുന്നതല്ലത്. SRCPനെ മുട്ടുകുത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള ഈ കേരളം, അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അവർ ഉയർന്നു വന്നത്. ആർക്കെങ്കിലും എതിരായിട്ടാണോ സമരം? ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരായിട്ടുള്ള ഈ സമരം. ചാൻസലർ എന്നുള്ള നിലയിൽ കാവ്യവൽക്കരണം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. RSSുമായി അദ്ദേഹം ഗൂഢാലോചന നടത്തുന്നു. ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വെല്ലുവിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ കേരളം പ്രതികരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്നത്. ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് AK ബാലൻ പ്രതികരിച്ചത്. ഗവർണർക്ക് എന്ത് അസുഖം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഗവർണറെ ആക്രമിക്കുമെന്ന് SFI ഇതുവരെ പറഞ്ഞിട്ടില്ല. 600 പോലീസുകാർക്കിടയിൽ നിന്ന് ഗവർണർ വീരവാദം പറയുകയാണ്. ഗവർണർക്ക് ഒരു പോലീസിന്റെയും ആവശ്യമില്ല. SFI ഒരു സംഘടനയുടെയും വാലാട്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. SFI എന്താണ് എന്ന് ഗവർണർ മനസ്സിലാക്കണമെന്നും AK ബാലൻ പറഞ്ഞു. രാഷ്ട്രപതി ഭരണം പറഞ്ഞ് ആരെയാണ് ഗവർണർ പേടിപ്പിക്കുന്നത്? അങ്ങനെ ഭയപ്പെടുത്താൻ നോക്കേണ്ട. കണ്ണൂരിനെ കുറിച്ച് മോശം പറയുന്ന ഗവർണർ, കണ്ണൂരിനെ കുറിച്ച് ഗവർണർക്ക് കൃത്യമായി അറിയില്ല എന്നും കണ്ണൂരിന്റെ ചരിത്രം ഗവർണർ പഠിക്കണമെന്നും AK ബാലൻ പറഞ്ഞു. നിരവധി രക്തസാക്ഷികളെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് SFI എന്ന് ഗവർണർ ഓർക്കണം എന്നും AK ബാലൻ പറഞ്ഞു.